കൊടുക്ക്, അത് പറയട്ടെ. ആയത്തിനൊന്ന് പറ്റി ഞാൻ ഈ പറഞ്ഞ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്നതാണ് അറിയേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് വില്യാപ്പള്ളി എന്നോട് ചോദിച്ചു, നീ ആരെയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനന്ന് പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യരും എന്ന് ഞാൻ അന്ന് പറഞ്ഞു, വില്യാപ്പള്ളി പറഞ്ഞ് ഞാൻ അവിടെ ആവർത്തിക്കുന്നു. ഒരു മൊയ്തീശങ്ങൾ മാത്രമല്ല, ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ അള്ളാഹു അല്ലാത്ത ആരെ വിളിക്കുന്നോ അവരുടെ മുഴുവൻ, അത് മൊയ്തീശങ്ങൾ എന്ന് പേര് വേണ്ടല്ലോ, സിഫായിച്ച് എന്ന് വേണ്ട, ബദരിങ്ങൾ എന്ന് വേണ്ട, ആരെയൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നോ അത് ഞാൻ പറഞ്ഞപ്പം ഒരുപാട് തഫ്സീറെടുത്ത് ഓതിയിട്ട് ഉസ്താദ് എത്തിച്ചത് ഔലായി സുഫാവുന. അവിടെ അത് ഖുർആൻ തന്നെ ഞാൻ ഒരു പൊതിയെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് അവിടെ തന്നെയാണ്. ഇൻ തദ്ഹൂഹും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രായില്ലേ, ഇൻ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. മൊയ്തീശങ്ങൾ അറിയണ്ടേ എങ്കിലല്ല സഹായിക്കല്. മൊയ്തീശങ്ങൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞത് നേരത്തെ പറയാം. ചോദ്യം അതല്ല, ഈ ആയത്തിൽ മുഹയ്യദ്ദീൻ ശൈഖ് അല്ലെങ്കിൽ റസൂലുള്ളാഹി പോലോത്ത മുസ്ലിമീങ്ങൾ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, വലിയാണ്, റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിക്കുമ്പോ ആ ചോദ്യം ആ മുഹയ്യദ്ദീൻ ശൈഖ് ആ റസൂലുള്ള ഈ ആയത്തിൽ പെടുന്നു നിങ്ങളല്ലാതെ നിങ്ങളെ വാക്കി എനിക്ക് സ്വീകരിക്കണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഖുർആനിൽ അള്ളാഹു എന്നാലും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ട് പറയാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരിയില്ലേ, നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ മറുപടി പറയുന്നു. ലോകത്താരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ഇങ്ങനെ സഹായം ചോദിക്കാൻ ഒരു തെളിവ് ഉസ്താദ് ഉദ്ധരിക്കട്ടെ. ഒന്നല്ല, 100 ഞാൻ തെളിയിക്കും. 100 നിന്നാടത്തൊന്ന് ഞാൻ തെളിയിക്കും. 100. പക്ഷെ അതുകൊണ്ട് നമ്മളെ വിഷയത്തിന് പോണില്ല. അതുകൊണ്ട് ഇന്ദ്രദൂഹം എന്നതിന്റെ അർത്ഥം ഇങ്ങനെയല്ലാതെ എവിടെ കിട്ടി അത് പോരട്ടെ, അത് നമുക്ക് തീരുമാനമായിട്ട് മതി. പറ്റേ ഞാൻ ഇവിടെ നിന്നോ, എന്റെ കയ്യിൽ കിതാബുകൾ യഥേഷ്ടമുണ്ട്, ഞാൻ ഉദ്ധരിക്കാൻ പോവാണ്. ഒക്കെ ഞാൻ ഉദ്ധരിക്കും ഇൻഷാല്ലാഹ്. ഞാൻ ഉദ്ധരിക്കാതിന്റെ റൂഹ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകില്ല. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? ഈ കാണുന്ന ആളുകളെ സാക്ഷി നിർത്തിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഉദ്ധരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇന്ദ്രദൂഹം എന്ന് പറഞ്ഞ ആയത്ത് അത് മുഹയ്യദ്ദീൻ ശൈഖിനെയും റസൂലുള്ളാഹിനെയും വിളിക്കുന്നതിന് എതിരാണ് എന്നാ നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളെ സ്വന്തം വക എന്നാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ വല്ലായി അടക്കട്ടെ, നിങ്ങളെ വല്ലായി ഞാൻ വില്യാപ്പള്ളി അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ്, ഒരു മുഫസ്സിർ, നിങ്ങളെ വ്യാഖ്യാനം നമുക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചല്ലോ, ആധികാരിക ലോകത്തെ ഏറ്റവും കൂടുതൽ ആദ്യം വിരചിതമായ ഗ്രന്ഥമാണ് തഫ്സീറു ത്വബരി, ജാമിഉൽ ബയാൻ. അതിനാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് അറബി തിരിയെങ്കിൽ വായിച്ചു നോക്കാം, എന്റെ വക ഒന്നും കൂട്ടിയിട്ടില്ല. എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് അതാണ്. എന്ത്? അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത് എന്ന് എല്ലാ മുഫസ്സിറും പറയുന്നു. അതിനെതിരിൽ ലോകത്ത് ഒരാളെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കണം. അല്ലാതെ നിങ്ങളത് വായിക്കുക എന്നിട്ട് നിങ്ങളെ മൗലവിമാർ എഴുതി വെച്ച് വ്യാഖ്യാനങ്ങൾ അത് ഞങ്ങളുടെ ഇത് വേണ്ട. അതിവിടെ അസ്വീകാര്യമാണ്, യാതൊരു സംശയമില്ല. ഈ പറയുന്ന വ്യാഖ്യാനത്തിലുണ്ടോ ഒരായത്തോത് അള്ളാഹു അല്ലാത്തവരെ സഹായം ഒരുപാട് തെളിവുകൾ ഞാൻ പറയും. 100 പറയും. പക്ഷെ അതുകൊണ്ട് ഇന്ദ്രദുഴവും എന്ന ആയത്തിന്റെ അർത്ഥം എങ്ങനെ ഞാൻ പറയലും പറയാതിരിക്കലും അല്ലല്ലോ. ഇന്ദ്രദുഴവും എന്ന ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ആവലും ആവാതിരിക്കലും അതാ നമ്മളെ തീരുമാനം. അവരെ വിളിച്ചാൽ അള്ളാഹു അല്ലാത്തവരാ. അപ്പൊ നിങ്ങളെ വിളിച്ചാലോ? ഞാൻ നിങ്ങളെ വിളിക്കുക മൗലവിയും, എന്നാ അതും അതിൽ പെടുവോ? ഞാൻ എന്റെ വീട് കല്ലേരിയാണ്. മൗലവി തോടന്നൂര് വെച്ചിട്ട് ഞാൻ കല്ലേരിയുള്ളപ്പോ എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കില്ല. തോടന്നൂരിലുള്ള അവരെ വിളിച്ചാൽ പറയുമ്പോ മുമ്പിൽ കുറച്ച് അപ്പുറത്ത് നിന്ന് ഏതിനർത്ഥം ഇന്ദുഹൂന്നല്ലേ അത് പറയും. ഇന്ദുഹൂന്റെ ഖുർആനിന്റെ അർത്ഥത്തിൽ പദത്തിൽ മുമ്പിൽ കുറച്ച് അവിടെ ഏതിന്റെ അർത്ഥം അതിന് മനസ്സിലാണ്ടിട്ടാണ് താങ്കളുടെ അടുക്കൽ വന്നാൽ വീട്ടിലായാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തുനിന്ന് കേൾക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ മറുപടി പറയാം. അത് വേറെ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ചോളി, ഞാൻ മറുപടി ഇങ്ങനെ പറയും. ഇഷ്ടംപോലെ മറുപടി ഇങ്ങനെ നീണ്ട മറുപടിയുടെ ഉത്തരത്തിന്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ പോവാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് രണ്ടാമതാണ്. നമ്മളെ ഒന്നാമത് ചർച്ച ഉണ്ട്. എന്താന്ന് പറയുമ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖയെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇൻദദുഹും എന്ന ആയത്തിന്റെ പരിധിയിൽ പെട്ടതാണ് എന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച സർവ്വ
മൗലവിമാരും പറഞ്ഞത് അങ്ങനെ. എല്ലാരോടും ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ല അങ്ങനെ ആരാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സ്വീകരിയല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ പറ്റി മാത്രമല്ല, മുജാഹിദുകൾ പറഞ്ഞാൽ അവരുടെ അനുയായികൾക്കും അവരുടെ ഭാര്യമാർക്കും ഒക്കെ സ്വീകാര്യമാണ്. ഞങ്ങൾ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത് ഉറപ്പല്ല. നമ്മളൊരു വ്യക്തി പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന ആശയം മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റുമെന്നതിന് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയുന്നില്ല. കിതാബുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തെളിയിക്കും. അതിപ്പോ ഞാൻ തെളിയിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഞാൻ പറയാം. തെളിയിച്ചിട്ടില്ല, അത് രണ്ടാം ചോദ്യമാണ്. ഞാൻ തെളിയിക്കും, തെളിയിച്ചിട്ടേ ഞാൻ ഇവിടെ പോവുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ പ്രശ്നം അതല്ല. മുഹയ്യദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ തുടങ്ങിയത്. അതിന് തെളിവായിട്ട് തങ്ങൾ ഓതിയത് ഇൻ തദഉഹും. അപ്പൊ ആ ആയത്തിന്റെ വിശദീകരണം ഞാൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഡസൻ കണക്കിന് വ്യാഖ്യാനം പറഞ്ഞു. ആ ആയത്തിൽ പറയുന്നത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ച്, ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനമാണ്. അതല്ലാതെ മുഹയ്യദ്ദീൻ ഷേഖോ റസൂലോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടല്ലാതെ മുഹയ്യദ്ദീൻ ഷേഖും റസൂലും ഒക്കെ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അവർക്ക് മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്നും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും ഈ ആയത്തിന്റെ വ്യാഖ്യാതാക്കൾ, ആയത്തിലേതാനും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ ഈ ആയത്തിന്റെ ഏതെങ്കിലും ഒരു മുഫസ്സിർ പ്രാമാണികനാവണം, മുജാഹിദ് മൗലവിയായ പറ്റൂല, ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും കഴിയില്ല. ഒരു മുജാഹിദിന് ഇതുവരെ പറയാൻ കഴിയാത്ത മറുപടിയാണത്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, അല്ല എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ച തെളിവ് ഇങ്ങോട്ട് പറയും. അത് ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടാം ചോദ്യമാണ്. നമ്മളിപ്പോ ചോദിച്ച ചോദ്യം ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് രണ്ടാമത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒന്നല്ല 100 പറയും. പിന്നെന്താ 100 ഇവിടെ നിന്നോർത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് 100 ഞാൻ ഒരേ രൂപത്തിൽ പറഞ്ഞുതരാം. അതല്ല നമ്മളെ വിഷയം. ഇൻ തദഉഹും എന്ന ആയത്തിൽ മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു. എല്ലാ മുജാഹിദ് മൗലവിമാരും പറയാറുമുണ്ട്. അത് ഏത് ഖുർആനിലാണുള്ളത്, ഏത് മുഫസ്സിറാണ് പറഞ്ഞിട്ടുള്ളത്? മൈക്ക കൊടുക്കുക, അതിന്